ഈശോയിൽ പ്രിയമുള്ളവരെ, ദുഷ്ടരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ എനിക്ക് നീതി നടത്തി തരണമേ. സങ്കീർത്തനം 35 അധ്യായത്തിൽ എനിക്ക് നീതി നടത്തി തരണമേ എന്നൊരു വചനഭാഗമുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ദുഷ്ടരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എനിക്ക് ചുറ്റും ദുഷ്ടരുള്ളത് കൊണ്ട് എന്നെ നിരപ്പായ വഴിയിലൂടെ നടത്തണമേ. അവരവരുടെ എൻ്റെ കാലുകൾക്ക് കെണികൾ വെച്ചിരിക്കുന്നു. നീ എനിക്ക് വേണ്ടി ന്യായവാദം നടത്തണമേ. നീ എനിക്ക് വേണ്ടി പൊരുതണമേ. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നീ എന്നെ സഹായിക്കാൻ വരണം, നീ എനിക്ക് കവചമായിരിക്കണം. അപ്പോൾ അതായത് എന്തോ ഒരു ശത്രുക്കളുടെ ഒരു ഉപദ്രവം, ശത്രുക്കളുടെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. അപ്പം ഇവിടെ മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പാളിച്ച എന്ന് പറയുന്നത്, ദൈവസ്നേഹം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേർതിരിച്ചറിയാതിരിക്കുകയാണ് മനുഷ്യരെ. ഞാൻ എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കണം. കാരണം ദൈവം എനിക്ക് സ്നേഹിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ആരുമായിട്ടാണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ പാളിച്ചകളിൽ നിന്ന് തന്നെ പഠിച്ചൊരു കാര്യമാണ്. ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് കുറേ വഴികളും, ഇപ്പോൾ ദൈവസ്നേഹം ഒരു ഒരു റിസോഴ്സാണെന്ന് വിചാരിക്കുക, ഒരു ഉറവയാണെന്ന് വിചാരിക്കുക. അത് പൊട്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഒഴുകുകയെന്ന് വിചാരിക്കാം. അതിൽ മുറിവേറ്റ മനുഷ്യരുണ്ടാവും. അപ്പോൾ എനിക്കൊരു സഹോദരിയെ അറിയാം, അവർ വളരെ റഫായിട്ട് സംസാരിക്കുക. എല്ലാ മനുഷ്യരെയും അവരും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുക. പക്ഷെ ഞാൻ അവരോട് സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ അവർ സ്നേഹത്തിൽ തന്നെ സംസാരിക്കാം. അവർ ആർക്കും വേണ്ടി ചെയ്യാത്ത ഹെൽപ്പൊക്കെ എനിക്ക് വേണ്ടി ചെയ്യും. കാരണം അവർ മുറിവേറ്റൊരു വ്യക്തിയാണ്. അവർ ഹാർഷായിട്ട് മോശമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നത് അവർ ദുഷ്ടയായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ മനസ്സ് അങ്ങനെ ഒരു അനുഭവങ്ങൾ കൊണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ ചില മനുഷ്യന്മാർ മനസ്സുകൊണ്ട് ദുഷ്ടത കൊണ്ട് നടക്കുന്നവരാണ്. ചില മനുഷ്യന്മാരുടെ മനസ്സിനകത്ത് നന്മയില്ല. അവർ വളരെ കുടിലമായിട്ടാണ് കാര്യങ്ങളെ ചിന്തിക്കുക. അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. നിങ്ങളോട് അവർക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചോ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരങ്ങനെ ചെയ്യുന്ന പോലെ അഭിനയിക്കുമായിരിക്കും. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാല് വലിച്ച് താഴേക്കിടുക, നിങ്ങൾക്ക് നന്മ വരുന്നതിൽ നിന്ന് നിങ്ങൾ തടസ്സപ്പെടുത്തുക, നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പാര വയ്ക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളെ എങ്ങനെ ഉപദ്രവിക്കാം എന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. അപ്പോൾ ചിലർക്ക് അങ്ങനെയുണ്ട്, പേഴ്സണാലിറ്റികളാണ് ഇതൊക്കെ. അതായത് വി ആർ ഡീലിംഗ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ. എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ എല്ലാവരുടെ അടുത്ത് നിങ്ങൾ ദൈവസ്നേഹവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല, യു ഗീവ്, കുഴപ്പമില്ല. പക്ഷെ അവർ സ്വീകരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പം ഒരു ഉറവ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാലിൽ ഒഴുകി വരുന്നുണ്ട്. ഒരാൾ അതൊരു വലിയ തട വെച്ചിട്ട് അടയ്ക്കുവാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് ദൈവസ്നേഹം പോവില്ല. കാരണം അയാൾ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. അപ്പോൾ ബൈബിളിലൊരു സെൻറ്റൻസ് ഉണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പിക് സംസാരിക്കുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ ദൈവം എന്നെ അങ്ങനെ പറയാൻ പ്രചോദിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്. ഈ മുത്തുകൾ എടുത്ത് പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്നൊരു ഭാഗമാണ്, ഒരു ദൈവചിന്തയുണ്ട്. അത് ബൈബിൾ വചനമാണെന്ന് എനിക്കറിയില്ല. എന്നെ ഒരിക്കലും ഒരാൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. അപ്പോൾ ദൈവസ്നേഹം കുഴപ്പമില്ല, അത് ദൈവം നിങ്ങളോട് മനസ്സ് നിങ്ങളുടെ തോന്നണ പോലെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ആരെയാണ് ഡീൽ ചെയ്യുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഗതി ഒന്നും അവിടെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. നിങ്ങൾ ദൈവസ്നേഹം കൊടുത്ത് അവരെ മനസ്സാന്തരപ്പെടുത്തി അവർ നിങ്ങളെ നന്മ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം, വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ പേടിക്കുന്ന ഒരാളാണ്. കാരണം അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരെ അപ്പം എൻ്റെ ഹൃദയത്തിൽ കയറ്റിയിരുത്തും. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതലുള്ള കഥകളൊക്കെ അവരോട് പറയും. എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഞാനൊരു ഡയറി പോലെയാണ് അവരെ യൂസ് ചെയ്യുക. പക്ഷേ അവരോട് ഞാൻ എല്ലാം പറയും. ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആവും. സോ ചില മനുഷ്യന്മാരെങ്ങനെയാണ്, അറ്റാച്ച്ഡ് ആവില്ല, പക്ഷേ അവർ സ്നേഹത്തിലൊക്കെ ഇടപെടുന്നത് കാണും. ഹൃദയം കൊണ്ട് അവർ ഈ ബന്ധത്തിലേക്ക് പോവില്ല, പക്ഷെ ഇങ്ങനെ അവർ ഡീൽ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഇവരൊക്കെ ഞാൻ ദൈവസ്നേഹം കൊടുക്കുകയാണ്, പക്ഷേ ഇവരിൽ നിന്നുള്ള തിന്മ എന്നെ സ്വാധീനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനൊരു തട വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളൊരു സെൻസിറ്റീവ് ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഒരു ദൈവഭക്തയിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര പ്യുവറും സോഫ്റ്റൊക്കെ ആവാൻ തുടങ്ങും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ദുഷ്ടരെ എങ്ങനെ അവരിൽ നിന്ന് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അതിനൊരു കവചം വെക്കാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്ന വരില്ല. പറ്റുന്നുണ്ടോ പറ്റുന്നില്ലെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റും ഒരു ദുഷ്ടരുടെ ലോകമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരല്ല, നമുക്കറിയാലോ. ഇനി ചിലർ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ടോർച്ചർ ചെയ്യുന്നവരുണ്ട്, അതും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കണം. എളുപ്പമൊന്നുമല്ല, ഞാനും ശ്രമിക്കുന്നേ ഉള്ളൂ. നിങ്ങളവരൊന്നും പറയാനൊന്നും വേണ്ട, പ്രതികാരം ചെയ്യാനൊന്നും പോകേണ്ടതൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും അവരിൽ നിന്നും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിലുണ്ട് അങ്ങനെ, ദുഷ്ടരിൽ നിന്നും എന്നെ കാത്തുകൊള്ളണേ കർത്താവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഞാൻ നിരന്തരം എനിക്കത് കിട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇത് എനിക്ക് ചുറ്റൊരു വലിയ ഒരു സമൂഹമുണ്ട്, എന്നെ ഒരു ടീം ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഉണ്ടെന്നറിയാം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യാനും വേണ്ട, എനിക്ക് അവരെ എതിർക്കാനും വേണ്ട. ബട്ട് ഐ വിൽ പ്രൊട്ടക്റ്റ് മൈസെൽഫ്.
ഐ വിൽ പ്രൊട്ടക്റ്റ് മൈ പൊസിഷൻ, ഐ വിൽ പ്രൊട്ടക്റ്റ് മൈ ജോബ്, അല്ലെങ്കിൽ ഐ വിൽ പ്രൊട്ടക്റ്റ് മൈ സ്പേസ് എന്ന് പറയാം. അപ്പം ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടിട്ട് കള്ളന്മാർ കയറി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരുടെയൊക്കെ തെറ്റ്? എൻ്റെ തന്നെയാണ് തെറ്റ്. അപ്പോൾ മനുഷ്യരിൽ ദുഷ്ടരുണ്ടെന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. എല്ലാവരും നല്ലവരല്ല, അവർ മുഖംമൂടികൾ വെച്ചിട്ടുള്ളവരാണ്. ഇനി ഇതിൽ മാരക ഭക്തരുണ്ട്, അതായത് എല്ലാ തിന്മയും ചെയ്യും, പക്ഷെ എന്നാലും പറയും ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ എന്തോ ഒരു ആളാണ്, ദൈവത്തിൻ്റെ ആളാണ് ഞാൻ എന്ന രീതിയിൽ സംസാരിക്കുകയും കരുണയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഇനി ഹൈലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു മുഖഭാഗം കൊണ്ടെങ്കിലും നിങ്ങൾ അവരെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അടിച്ചിരുത്തി, നിങ്ങളെ ക്ഷമ പറയിപ്പിച്ച്, നിങ്ങൾ അവരുടെ മുമ്പിൽ എളിമപ്പെട്ട് ചെറുതാകുന്ന വരെ നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്. ഇതൊക്കെ പച്ച മനുഷ്യന്മാരുടെ യാഥാർത്ഥ്യമാണ്. ഇതിനെയൊക്കെ കണ്ണടച്ചിട്ട് നിങ്ങളെല്ലാവരോടും ഇതാവണം, എല്ലാവരുമായിട്ടും ഒന്നും പറ്റില്ല. നിങ്ങൾ സ്നേഹിക്കാൻ ട്രൈ ചെയ്യണം, കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന്. പക്ഷേ ഇസ്രായേൽ ജനം പലപ്പോഴായിട്ട് ഈ യാത്രകൾ നടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരോട് കൂടെ ഇടകലരരുത്, അവരുടെ സാധനങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കൂടാരത്തിൽ വെക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങളും ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം ഈശോയുടെ കാലത്താണെങ്കിലും ഈശോ ഈ ജനത്തിനെ വേർതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ വന്നിരിക്കുന്നത് ഇന്ന ഒരു വിഭാഗം ജനത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ എല്ലാ മനുഷ്യരുണ്ടായിരുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരുന്നവർക്ക്. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുകയും ഇങ്ങോട്ട് നിങ്ങളുമായിട്ട് അടുക്കാൻ വരികയാണെങ്കിൽ അത് ദൈവം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ദൈവം അനുവദിക്കുന്നതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നല്ല ലക്ഷ്യത്തോടുകൂടിയാണെങ്കിൽ എല്ലാവരിൽ നിന്നും അകന്നിരിക്കണമെന്നല്ല. പക്ഷേ ഈശോ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുന്നുണ്ട്, ചില ഇടങ്ങളിലേക്ക് പോകാൻ മടിക്കുന്നുണ്ട്. കാരണം ഈശോയ്ക്ക് അറിയാം അവരുടെ മനസ്സിലുള്ളതൊന്നും അത്ര കാര്യമുള്ള കാര്യമില്ലെന്ന് അറിയാം. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയുടെ അന്ധത നമ്മളെ ബാധിച്ചിട്ട് നമ്മളെല്ലാ മനുഷ്യരെയും എടുത്ത് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് പോയി വളരെ മോശമായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, ഒരു സിനിമ പോലെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു കള്ളനായിട്ടൊരു വ്യക്തിയെ വീട്ടിൽ കൊണ്ട് പാർപ്പിക്കുകയാണ്. അത് ഒരു വ്യഭിചാരത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയെ വീട്ടിൽ കൊണ്ട് പാർപ്പിക്കുവാണ്. വീട്ടിൽ ആമക്കളുണ്ട്, പെമ്മക്കളുണ്ട്. നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ എനിക്ക് മനസ്സിലാകുന്നു, നമ്മൾ പാപിയെ സ്നേഹിക്കണം, പക്ഷെ നമുക്ക് വിവേകം വേണം. അയാളിൽ നിന്ന് പാപം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു എന്ന് നമുക്കറിയില്ല. ആ വ്യക്തിയുടെ അരൂപി ഇപ്പോഴും കറക്റ്റിലാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നമ്മളൊരു വലിയ നന്മ പ്രവർത്തി ചെയ്യാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലേക്ക് ചില മനുഷ്യന്മാരെ കയറ്റിക്കൊണ്ട് വരുവാണ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ദുഷ്ടർ എന്ന് പറഞ്ഞൊരു വിഭാഗം മനുഷ്യരുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി കെണികൾ വെച്ച് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ നിഷ്കളങ്കത അവർ ചൂഷണം ചെയ്യും, നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി അവർ ചൂഷണം ചെയ്യും, നിങ്ങളുടെ ആത്മാർത്ഥത അവർ ചൂഷണം ചെയ്യും. നിങ്ങൾ ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കണമെന്നാണോ ദൈവം പറയുക? ദൈവം ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിർത്തും. പക്ഷെ നിങ്ങളെ കൊണ്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ പോയിട്ട്, അതായത് ഇസ്രായേൽ ജനത്തിനൊരു യാത്രയുണ്ട്, അവർ കാനാൻ ദേശത്തിലേക്ക് എത്തണം. അവിടെ എവിടെയും പോയിട്ട് അവരുമായിട്ടും ഇവരുമായിട്ടും ഇടകലർന്ന് അവിടെ വിവാഹം കഴിച്ച് അവിടെ തിന്നും കുടിച്ചും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ജനത്തിനൊരു കാനാൻ ദേശം എന്നൊരു ലക്ഷ്യമുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഉന്നതമായ ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഇടമുണ്ട്. അവിടേക്ക് നിങ്ങൾ എത്തിച്ചേരാതെ നിങ്ങൾ ഈ ഒരു വ്യത്യസ്ത അരൂപികളുള്ള മനുഷ്യരുമായിട്ട്, വ്യത്യസ്ത എനർജികളുള്ള മനുഷ്യരുമായിട്ട് നിങ്ങൾ ഇടകലർന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റൻസ്, സ്നേഹം ഞാൻ ശ്രമിക്കണം, ഞാൻ വീണ്ടും പറഞ്ഞു. പക്ഷെ നിങ്ങൾ അവരുടെ നയങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല എങ്കിൽ, മനുഷ്യനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ പറയുന്ന ആരുണ്ട്, ഇത് പള്ളിയിലച്ഛനല്ലേ, പള്ളിയിലച്ഛൻ എന്തിനാണ് എല്ലാവരോടും സ്നേഹിക്കാത്ത എന്താണ്, അല്ലെങ്കിൽ സിസ്റ്റർ എന്താണ് എല്ലാവരും സ്നേഹിക്കാത്തതെന്നൊക്കെ പറയും. ഞാനിവിടെ ക്രൈസ്തവരായ മനുഷ്യർ കേട്ടിട്ടുണ്ട്, ഒരു സ്ഥാപനമൊക്കെ നടത്തുന്ന അച്ഛന്മാരെയും സിസ്റ്റർമാരെയും കുറിച്ചൊക്കെ അവരിങ്ങനെ പറയുന്നത് കേൾക്കാം. സംഭവം അവർ പറയുന്നത് ഇവരിൽ നിന്ന് സോഫ്റ്റ്നെസ് മാത്രമേ വരാൻ പാടുള്ളൂ, ഇവരിൽ നിന്ന് എന്താ പറയുക മേഴ്സി മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ്. അല്ല, അവർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഒരു വലിയ നന്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചുറ്റുള്ള മനുഷ്യന്മാരെ ഡീൽ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യനെയും കൃത്യമായിട്ട് അറിഞ്ഞ് ഡീൽ ചെയ്യാതെ ഓരോ മനുഷ്യനും പല കാര്യങ്ങളിൽ ഇടപെടാൻ അവസരം കൊടുത്ത്, പല കാര്യങ്ങളുടെ തലപ്പത്ത് ആവശ്യമില്ലാത്ത തെറ്റായ ആളുകളെ കയറ്റിയിരുത്തി, എല്ലാവരോടും സോഫ്റ്റ് കോർണർ കാണിച്ച്, എല്ലാവരോടും കൺസേൺ കാണിക്കേണ്ടവരോട് അവർ കാണിക്കുന്നുണ്ട്. തെറ്റായ ആളുകളോട് അത് കാണിച്ചിട്ട് ആ സ്ഥാപനത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ അവരെടുക്കില്ല. സോ കൈൻഡ്നെസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മൾ കൈൻഡ് ആയിരിക്കണം, നമ്മൾ ദുഷ്ടരായിരിക്കാൻ പാടില്ല, നമ്മുടെ എല്ലാ എംപതി ഉണ്ടാവണം, സിമ്പത്തി ഉണ്ടെങ്കിലും നമുക്ക് മനുഷ്യന്മാരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ സ്വർഗ്ഗത്തിലല്ല ജീവിക്കുന്നത്, നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. മനുഷ്യന്മാർ ഡിഫറെൻറ്റ് അരൂപികളിൽ പ്രവർത്തനമുള്ളവരാണ്. അതിലിനി
ഇതൊരു വേർതിരിവിൻ്റെ സുവിശേഷമല്ല എങ്കിൽ തന്നെയും ഓരോ മനുഷ്യനുള്ള അരൂപികൾ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മാമോദീസ നമ്മൾ നൽകുന്നത്. അത്രയും പ്രാധാന്യമുണ്ട് സഭയുടെ അംഗങ്ങൾക്ക്. നിങ്ങൾക്കത് വേർതിരിച്ച് മനസ്സിലാവും. നിങ്ങൾ കേരളത്തിൽ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ പുറമെ താമസിക്കുന്ന ഒരാളാണ് ആയതുകൊണ്ട്, ഞാൻ മഹാരാഷ്ട്ര താമസിക്കുന്ന ആയതുകൊണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള മനുഷ്യരാണത്. പക്ഷെ നമ്മുടെ ഈ റിലീജിയനും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയും ഈ സഭയുടെ ഒരു ചിട്ടവട്ടങ്ങളും ഒക്കെ നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. സോ അവർ നമ്മുടെ രീതിയിൽ തന്നെ അവർ റിയാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളൊരു കാര്യത്തോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് അവർ കാണിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നന്മ ചെയ്തിട്ടും നിങ്ങൾക്ക് തിന്മ വരും. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഞാൻ നന്മയല്ലേ ചെയ്തത്, അപ്പോൾ പിന്നെ ഇങ്ങനെ തിന്മ വന്നത്? നിങ്ങൾ ഒന്നും ചെയ്തില്ല എങ്കിലും നിങ്ങളെ തിന്മ വരുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നൊരു ബോധ്യത്തിൽ വേണം നിങ്ങൾ ഇരിക്കാൻ വേണ്ടി. ദുഷ്ടരായ മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വെറുതെ ആത്മീയതയുടെ പേരിൽ എല്ലാ മനുഷ്യരും നല്ലവരാണ്, എല്ലാവരെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം, എല്ലാവർക്കും നമ്മൾ ദൈവസ്നേഹം കൊടുത്ത് എല്ലാവരും നമ്മളിപ്പോൾ അങ്ങ് മനസ്സാന്തരപ്പെടുത്തിക്കൊള്ളാം, അതൊന്നും നടക്കില്ല. ഒരാൾ മാനസാന്തരപ്പെടണമെങ്കിൽ ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ട്രൈ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ തന്നെയും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളൊരു മോശം ആളുടെ കൂടെ, കൂട്ടുകെട്ടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളൊരു മോശം ആളുടെ കൂടെ താമസിച്ചാലും ജീവിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ അരൂപി നിങ്ങളെ പ്രവർത്തിക്കില്ലെന്നോ അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് അവരെ പോലെ നിങ്ങളായി മാറില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അന്യ മതസ്ഥനിൽ നിന്ന് കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നതിന് പുറകിലൊക്കെ വലിയ സ്പിരിച്വാലിറ്റി ഉണ്ട്. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എനർജിയാണ് അതൊക്കെ. അതിലേക്ക് നമ്മുടെ ഇടകലറും തോറും നമ്മുടെ ആത്മാവിനുണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ വളരെ റിലീജിയസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളെക്കാളും ഉപരിയായിട്ട് ഹ്യൂമാനിറ്റീനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിയാണ്. നിരന്തരമായ ഒരു കൂട്ടം മനുഷ്യരെ നിങ്ങൾ ആക്രമിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങോട്ട് ഓടണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അവരുടെ ഉള്ളിലുള്ള എനർജിയൊക്കെ നിങ്ങളെക്കാളും ശക്തമായിട്ടാണ് നിൽക്കുന്നത്. ദുഷ്ടൻ്റെ ഉള്ളിലുള്ള പിശാച് എന്ന് പറയുന്നത് ഒരു കുട്ടി പിശാച് മാത്രമായിരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ തകർത്ത് കളയും. സുഹൃത്തുക്കളുടെ രൂപത്തിൽ വരുന്ന പിശാചുകളുണ്ട്. അപ്പം ഈ സമയത്ത് നിങ്ങൾ ഇടകലരാൻ പാടുള്ളവർ തന്നെ ആയിട്ടാണോ നിങ്ങൾ ഇടകലർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അവർ സൗഹൃദത്തിൻ്റെ പുറത്ത് തരുന്ന എല്ലാ ഭക്ഷണവും നിങ്ങൾ വാങ്ങി കഴിക്കരുത്. നിങ്ങൾ സൗഹൃദത്തിൻ്റെ പുറത്ത് ജാതി മതമൊന്നും ഇല്ല. ജാതിയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ മതത്തിനെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, മറിച്ച് ഇതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സഭയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക്. അപ്പം അത് എല്ലാ ഇടങ്ങളിലേക്കും പോകാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നില്ല. നിങ്ങൾക്കിത് ഇത് ഭയങ്കര സെൻസിറ്റീവ് ടോപ്പിക്കാണ്. ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. എല്ലാ മനുഷ്യരിലും ഒരു അരൂപിയല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്ത് ഓക്കെ ഞാൻ തിന്മയുടെ ഇടയിൽ ജീവിച്ചാലും ഞാൻ തിന്മ പ്രവർത്തിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കോൺഫിഡൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകണമെങ്കിൽ പോയി എന്ത് വേണമെങ്കിൽ ചെയ്യും. പക്ഷെ നമ്മൾ എല്ലാ മനുഷ്യരും അഡോപ്റ്റ് ചെയ്യാൻ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. നമ്മളെല്ലാ മനുഷ്യരും ഈ കുറച്ച് നാൾ ഒരാളെ കൂടെ താമസിച്ചാൽ അവരുടെ സ്വഭാവ രീതികളെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധാരണ പച്ച മനുഷ്യരാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെ അടുത്തേക്കും പോകരുത്. നിങ്ങളെ തേടി വരുന്ന മനുഷ്യന്മാർക്ക് കരുണ കൊടുക്കുക. നിങ്ങളുടെ മനസ്സിൽ കരുണ ഉണ്ടായിരിക്കണം, അതൊരിക്കലും പറ്റിപ്പോകാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ചില ഇടങ്ങളിലേക്ക് പോയിട്ട് നിങ്ങൾ മുറിവേറ്റ് തിരിച്ചു വന്നിട്ട് പിന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമുള്ള മേഖലയല്ലോ, നിങ്ങൾ തന്നെ ദൈവത്തെ വെറുത്ത് ഉപേക്ഷിച്ച് പോകുന്ന സിറ്റുവേഷനോ ചില മനുഷ്യന്മാരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെന്ന് പോലും കരുതുന്ന മനുഷ്യന്മാരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് പിന്നെ ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള മൈൻഡായി. അതായത് എനിക്ക് പിന്നെ ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവും ഞാൻ. അപ്പോൾ അതെൻ്റെ ജീവിതത്തിന് ഇരുട്ടിലാക്കും. കാരണം എന്നോട് കർത്താവ് പറഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കാനാണ്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായതിന് ശേഷം എനിക്ക് പിന്നെ ശരിയായ ആളുകൾ വരുമ്പോൾ പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല. സോ ദുഷ്ടരിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണം. മോശം മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എല്ലാവരും മാലാഖമാരൊന്നും അല്ല, എല്ലാവരും ഒരേ അരുവിൽ പ്രവർത്തിക്കുന്നതല്ല. തിന്മയുടെ ഒരു ലോകം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോവണ്ട. നിങ്ങൾ അവരെ എതിർക്കരുത്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനുള്ള വിവേകവും ഗട്ട്സും നിങ്ങൾ കാണിക്കണം. നിങ്ങളെ ആക്രമിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിനക്കൊരു ദൈവമുണ്ട്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ളൊരു ദൈവം നിനക്കുണ്ട്. അവർ നിന്നെ ആക്രമിക്കുമ്പോൾ നീ കൈയും കെട്ടി ഇരിക്കുമല്ല. നീ നിന്റെ ഭാഗം പറയാനുള്ള പ്രാപ്തി കാണിക്കണം. അല്ലെങ്കിൽ ദൈവം ചെയ്തോളും എന്ന് പറഞ്ഞ് നിങ്ങൾ ശാന്തമായിട്ടിരിക്കേണ്ട ഒരു സമയം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സംസാരിക്കേണ്ട സമയങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സംസാരിക്കണം. ദൈവം പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്രായേൽ ജനമാണ് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട ഒരു ഇടമുണ്ട്. നിങ്ങളിങ്ങനെ അവരും ഇവരുമായിട്ട് ഇടകലരുകയും നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്തേണ്ട അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തില്ല. അത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇരുട്ടുകൾ കൊണ്ടുവരും, നിന്റെ ജീവിതത്തിലേക്ക് ഇരുട്ടുകൾ കൊണ്ടുവരും, നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിലേക്ക് ഇരുട്ടുകൾ കൊണ്ടുവരും. തെരഞ്ഞെടുപ്പുകൾ സൂക്ഷിച്ച് ചെയ്യുക. എല്ലാ മനുഷ്യരും നിങ്ങളെ ദൈവത്താൽ അയക്കപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരല്ല. അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുക, വിവേകം ഉപയോഗിക്കുക. ചില കാര്യങ്ങളിൽ കൃത്യത, അതായത് ഇത് എനിക്ക് ഇങ്ങനെ മതി, ഞാൻ ഇതിലേക്ക് പോവില്ല, എനിക്കിങ്ങനെ മതി, എനിക്ക് ഈ എല്ലാവരും ഇങ്ങനെ അവരുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കൂട്ടത്തിൽ ചേരാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ തീരുമാനം എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.